ഇതില് വലിയൊരു പ്രശ്നം എന്താ അറിയോ, മതപരമായിട്ടുള്ള ചിട്ട പറയേണ്ട സമസ്തയാണ്. അത് അല്ലെങ്കിൽ മുജാഹിദാണ്, അല്ലെങ്കിൽ ജമാഅത്താണ്. അവർക്ക് തന്നെ ഈ കാര്യങ്ങളിലൊക്കെ പറ്റിയിട്ട് പല അഭിപ്രായങ്ങളുണ്ട്. അതിനെ പറ്റിയിട്ട് ഇപ്പൊ ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സൂംബ ഡാൻസ് ഇപ്പൊ ചിലപ്പോ നമ്മുടെ സ്കൂളുകളിലോ കോളേജിലൊക്കെ അതിന്റെ പരിധിക്കുള്ളിലൊക്കെ ഡാൻസ് ചെയ്യണം, അതൊക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് കരിക്കുളത്തിലൊന്നും കൊണ്ടുവന്ന ആവശ്യമില്ല. എന്തിനാണ് അങ്ങനത്തെ ഒരു ഡാൻസ് കരിക്കുളത്തിൽ? അങ്ങനെ ഇല്ലല്ലോ, മനസ്സിലായില്ലേ? ഇപ്പൊ യോഗയുടെ കാര്യം പറഞ്ഞ മാതിരിയാണ്. യോഗയും സൂംബയൊക്കെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാം. പക്ഷെ അത് കരിക്കുളത്തിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യത്തിൽ ഈ പൊതു സ്ഥലങ്ങളിൽ നമ്മൾ ഈ സൂംബ ഡാൻസ് ഒക്കെ കാണുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. കാരണം വെച്ചാൽ അവിടെ പാതിരാത്രി വരെ ഡാൻസ് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കൂടെ വന്നിട്ട് ഈ പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാട്ടിക്കൂട്ടലാണ്. അത് ഒരു വലിയൊരു മറ്റേതെന്ന് പറഞ്ഞാൽ ശരിക്കുള്ള സൂംബ ഡാൻസ് എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയാ, അത് ഒരു അത്ലറ്റിക് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ അതിന്റെ മറവിൽ പല തരത്തിലുള്ള തോന്നിയാസങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ കണ്ടുപിടിക്കേണ്ടത് ഗവൺമെന്റിന്റെ ഒക്കെ ജോലിയാണ്. അതിന് പെർമിറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഏത് നമ്മൾ നിലവാരമുള്ള അല്ലെങ്കിൽ നിലവാരത്തോടു കൂടി അവതരിപ്പിക്കപ്പെടുന്ന ഏത് പരിപാടിക്കും അതിന്റെ ഉപോൽപ്പന്നം എന്ന നിലയിൽ ഒരുപക്ഷെ അതിന്റെ പരിധികൾ ലംഘിക്കപ്പെട്ടേക്കാം. അതൊക്കെ എന്താണ്, അതിനൊക്കെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ഇതൊക്കെ ഇതേ വേണ്ടതില്ല എന്ന് പറയുമ്പോൾ അങ്ങൊരു വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ കൂടി ആയതുകൊണ്ടും അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതിനെ മോണിറ്റർ ചെയ്യാൻ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്താ അർത്ഥം? നിങ്ങൾ വാദിക്കാൻ നിൽക്കല്ലേ? ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. അല്ല അപ്പൊ കേക്ക് പറഞ്ഞേക്ക്, ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞേക്ക്. അതായത് സർക്കാർ നിയമങ്ങളുടെ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്രയല്ലേ ഉള്ള കാര്യങ്ങൾ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളതാണെങ്കിൽ അത് പരിശോധിച്ചിട്ട് അതിന് വല്ല കേടുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവർത്തകർ പഠിക്കട്ടെ, അതിന്റെ നിയമം. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പബ്ലിക്കായിട്ട് നടക്കുന്ന ഈ കാര്യങ്ങളെ പറ്റിയാണ്. പബ്ലിക്കായിട്ട് ഞാൻ അതിന് വലിയ അനുകൂലമല്ല. അപ്പൊ ഒരുപാട് ക്ലബ്ബുകളൊക്കെ തുറന്നിട്ടുണ്ട് ഇവിടെ, മനസ്സിലായോ? ഇതിപ്പോ കാലിക്കറ്റ് നഗരത്തിൽ ഒരു കാലത്ത് ക്യാബറെ ഇവിടെ അനുവദിച്ചിരുന്നു, അത് എടുത്തു കളഞ്ഞല്ലോ. അതേമാതിരി തന്നെ നമ്മള് ആർട്സ് ഫെസ്റ്റിവലില് എന്താ പറയാ, നിയമം കൊണ്ട് തന്നെ ഇത് പറയാതെ നമ്മുടെ എന്താണ് പറയാ, ഡാൻസിന്റെ സ്റ്റാർ സിംഗർമാരത്തൊക്കെ ഉള്ള പരിപാടികളൊക്കെ. അപ്പൊ അത് നിയമപരമായിട്ട് അത് കലയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞിട്ട് എടുത്തു കളഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ സർക്കാർ വിദ്യാർത്ഥി സംഘടനകളും മാനേജ്മെന്റുകളൊക്കെ കൂടെ ഇരുന്നിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പൊ ഇതുവരെ ഞങ്ങളോട് സർക്കാർ ഒരു അഭിപ്രായം ചോദിച്ചിട്ടില്ല. അഭിപ്രായം ചോദിക്കുമ്പോൾ ഞങ്ങൾ അതിന് തക്കതായ രീതിയിൽ മറ്റുള്ള ഉള്ളവരായിട്ടൊക്കെ ചർച്ച ചെയ്തതിനു ശേഷം മതസംഘടനകളോട് അവിടെ അല്ലാട്ടോ ചർച്ച ചെയ്യുന്നത്. അതായത് തന്നെ പറയാം, ഞങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്തതിനു ശേഷം ഞങ്ങളൊരു തീരുമാനത്തിലെത്തും. നന്ദി ശ്രീ ഫസൽ ഗഫൂർ. അത് ഏത് മതത്തിൻ്റെതായാലും ശരി, ഏത് മതവും അല്ലെങ്കിൽ പ്രത്യേക മതം, ഏത് മതത്തിൻ്റെ ഇത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതിൽ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത് മൊത്തം ഈ സംവിധാനമേ സിസ്റ്റമേ പാടില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ അത് ശരിയോ തെറ്റോ എന്ന് നമ്മൾ വിലയിരുത്തപ്പെടേണ്ടതാണ്. ഇപ്പോൾ